ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കാറുകൾ വാങ്ങിയതിലാണ് സംസ്ഥാനത്തെ 30-ലധികം കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നത്. ദുൽഖറിന്റെ ഡിഫൻഡർ പിടിച്ചെടുത്തു. പനമ്പള്ളി നഗറിലെ വീട്ടിലെ ഗ്യാരേജിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത 10 കാറുകളാണ് ഉള്ളത്. ഇതിന്റെ രേഖകൾ പരിശോധിച്ചു വരികയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 11 കാറുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നവമി ദിനേശും എം.എസ്. അനീഷ് കുമാറും സി.വി. അനുമോദും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം നവമി ദിനേശിലേക്കാണ്. നവമി, ഇപ്പോഴും കസ്റ്റംസിന്റെ പരിശോധന തുടരുന്നത് മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വീട്ടിലെ ഗ്യാരേജിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത 10 കാറുകളുണ്ട്. അവിടെ മാത്രമല്ല, എറണാകുളത്ത് മാത്രമല്ല, കോഴിക്കോടും മലപ്പുറത്തും തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ കസ്റ്റംസ് പരിശോധന നടക്കുന്നു. തിരുവനന്തപുരത്തുള്ള പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധനയുണ്ട്. ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ പിടിച്ചെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തു കസ്റ്റംസ് എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്നത്. വിശദാംശങ്ങൾ. ഭവ്യ, 2 വാഹനം പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അത് ഏതൊക്കെയാണ്? ഒരു ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തു എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റ് ഒരു വാഹനം ഏതാണെന്ന് ഈ വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും വരും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിൽ നമുക്കൊരു വ്യക്തത കൈവരും. എന്തായാലും രാവിലെ തുടങ്ങിയ 10 മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ ഈ റെയ്ഡ് പിന്നിട്ടിരിക്കുമ്പോൾ ദുൽഖർ സൽമാന്റെ 2 വീടുകളിൽ, ഒന്ന് പനമ്പള്ളിയിലെ വീട്ടിൽ, അവിടെയാണ് അത് മമ്മൂട്ടിയുടെ വീടാണ്, ആ വീട്ടിലും മറ്റൊന്ന് ഇവരുടെ തന്നെ എളമക്കരയിലെ വീട്ടിലും, ഈ 2 വീടുകളിലുമാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയാണ്. ഒപ്പം മോട്ടോർ വാഹന വകുപ്പും ഈ പരിശോധനയിലുണ്ട്. ഇതിനുശേഷം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്. അവരും അല്പസമയം മുമ്പ് തന്നെ ഇളംകുളത്തെ വീട്ടിലെത്തി പരിശോധനയിൽ പങ്കാളികളായിട്ടുണ്ട്. എന്തായാലും 2 വാഹനങ്ങൾ, ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലൊരു ഡിഫൻഡർ ഉണ്ട്. ഇനി അറിയേണ്ടത്, ഇനി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇനി അറിയേണ്ടത്, ഈ വാഹനം ഇവർ സ്വന്തമാക്കുമ്പോൾ ഈ ഭൂട്ടാനിൽ നിന്നും തട്ടിപ്പ് നികുതി വെട്ടിച്ച് എത്തിച്ച വാഹനമാണോ എന്നതിൽ ആണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തത വരേണ്ടത്. അതിനെന്തായാലും ഇനി ദുൽഖർ സൽമാനെ വിശദമായി ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കും. അപ്പോഴായിരിക്കും ഈ വാഹനം സ്വന്തമാക്കുന്ന സമയത്ത് സമർപ്പിച്ച രേഖകൾ, കൃത്യമായിട്ടുള്ള ടാക്സ് അടച്ചോ, എത്ര രൂപ കൊടുത്താണ് ഇവർ ഈ വാഹനം സ്വന്തമാക്കിയത്, ഇതിന്റെയൊക്കെ രേഖകൾ ഹാജരാക്കാനായിരിക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടുത്തതായി ആവശ്യപ്പെടുക. എന്തായാലും ഇപ്പോൾ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ പൃഥ്വിരാജിന്റെ വാഹനം ഇപ്പോഴും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ഇടങ്ങളിൽ, തേവരയിലെ ഫ്ളാറ്റിലും മറ്റൊന്ന് തിരുവനന്തപുരത്തെ വീട്ടിലുമായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത്. ഈ 2 ഇടങ്ങളിലെ പരിശോധനയിൽ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആ വാഹനം എവിടെയെന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് ഇനി പൃഥ്വിരാജിനെ തന്നെയായിരിക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുക. അതിനുശേഷം ആ വാഹനം എവിടെയെന്നതിലും അന്വേഷണ സംഘത്തെ കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റംസ് ഈ വാഹനം കണ്ടുകെട്ടുക എന്നതാണ് അടുത്ത നടപടിയായി കടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഇടനിലക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ, ആരിൽ നിന്നാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജും അമിത് ചക്കാലയ്ക്കലും ഈ വാഹനം സ്വന്തമാക്കിയത് എന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവർക്ക് ലഭിച്ച വിവരം. ഇത് തുടക്കത്തിൽ ഈ ഭൂട്ടാനിൽ നിന്നും പട്ടാളക്കാർ ഉപയോഗിച്ച വാഹനമാണ്. അത് സെക്കൻഡ് ഹാൻഡ് വാഹനമാണ്. അത് പിന്നീട് ഇടനിലക്കാർ വഴി ഹിമാചലിലെത്തി, ഹിമാചലിൽ നിന്നാണ് കേരളത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിലേക്കുമൊക്കെ എത്തുന്നത്. അങ്ങനെ ഈ വാഹനം സ്വന്തമാക്കുന്നതിന് മുൻപ് ഒരു ഇടനിലക്കാരെ ആവശ്യമുണ്ട്. ആ ഇടനിലക്കാർ വഴിയാണ് ഇവർ വാഹനം സ്വന്തമാക്കുന്നത്. അവരാണ് കൂടുതൽ പണം, ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നും ഇവരിൽ നിന്നും വാങ്ങുമ്പോൾ 3 ലക്ഷം രൂപയും മറ്റുമായിരിക്കും. പിന്നീട് ഇവർ സ്വന്തമാക്കുമ്പോൾ ഇരട്ടി തുക കൊടുത്താണ് ഇവർ വാങ്ങുന്നത്. അതിൽ നിന്ന് തന്നെ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നതായി ഇവർക്ക് വിവരം ലഭിച്ചത്. അത്തരത്തിലുള്ള ചില സൂചനകളും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും മൊഴികളും ലഭിക്കുകയും ചെയ്തു. അതിന്റെ അന്വേഷണത്തിലാണ് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് ഇവർ കടക്കുകയും ആ പരിശോധനയുടെ ഭാഗമായി എറണാകുളത്ത്
നടന്മാരുടെ മാത്രമല്ല, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ മാത്രമല്ല, കളമശ്ശേരിയിലെ ഒരു വ്യവസായി, അതോടൊപ്പം ചില ആഡംബര വാഹനങ്ങളുടെ ഷോറൂമുകൾ, ഇവരുടെയുമൊക്കെ ഈ പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിൽ ഉടനീളം കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിലെല്ലാം 5 ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. മറ്റിടങ്ങളിൽ കോഴിക്കോട് നിന്നും ഒക്കെ ചില വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അത് വ്യവസായികൾ, കാർ ഷോറൂം ഉടമകൾ, അവരുടെ സ്ഥാപനങ്ങളും വീടുകളും കേന്ദ്രീകരിച്ചുള്ളൊരു പരിശോധനയാണ് ആ രീതിയിൽ പുരോഗമിക്കുന്നത്. ഇവിടെ പ്രധാനമായും വരുമ്പോൾ, എറണാകുളത്ത് പ്രധാനമായും വരുമ്പോൾ ഈ നടൻ ദുൽഖർ സൽമാന്റെ 2 വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. അതിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. അതിലൊന്ന് ഡിഫൻഡറാണ്. മറ്റൊരു വാഹനം ഏതാണെന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാനും സാധിക്കും. ഇനി ഇതിന്റെ രേഖകളുമായി ബന്ധപ്പെട്ട കൃത്യത വരേണ്ടതുണ്ട്. ഇതിന് ചില രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ദുൽഖർ സൽമാനെ ബന്ധപ്പെടും. എന്തായാലും ദുൽഖർ ഇപ്പോൾ കേരളത്തിലില്ല, ചെന്നൈയിൽ തന്നെയാണ്. മമ്മൂട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം ഒന്നാകെ ചെന്നൈയിലേക്ക് മാറിയത് 2-3 മാസത്തോളമായി അവർ ചെന്നൈയിലാണ് ഇപ്പോൾ താമസമുള്ളത്. ദുൽഖർ ഇടയ്ക്ക് മാത്രമാണ് കേരളത്തിലേക്ക് വരാറുള്ളൂ. എന്തായാലും ഈ വീട്ടിൽ 2 ഇടങ്ങളിലും, പനമ്പള്ളിയിലെയും എളമക്കരയിലെയും ഈ 2 വീടുകളിലും ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റെയ്ഡിന്റെ ഭാഗമായിട്ടാണ് 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഭവ്യ, കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോകുന്നു. അവിടെ MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലായി 30 കേന്ദ്രങ്ങളിലാണ് പരിശോധന. അതിൽ കോഴിക്കോട് തൊണ്ടയാട് റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കോഴിക്കോട് പ്രിവന്റീവ് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. അവിടുത്തെ വിശദാംശങ്ങൾ എന്താണ്? MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, കോഴിക്കോട് തൊണ്ടയാട് റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിലാണ് കസ്റ്റംസിന്റെ പരിശോധന എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ആ പരിശോധന തുടരുന്നുണ്ടോ? അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? പരിശോധന കഴിഞ്ഞ് കസ്റ്റംസ് സംഘം മടങ്ങിയിരിക്കുന്നു. രാവിലെ 11:00 ഇവർ പരിശോധനയ്ക്ക് എത്തിയത്. റോഡ്വേസ് കാർ എന്ന യൂസ്ഡ് കാർ ഷോറൂമിലും ഒപ്പം റോയൽ കാസിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിശോധന കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു അല്ലേ? എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ഡോക്യുമെന്റിൽ ചെക്ക് ചെയ്തു. പിന്നെ ഒരൊറ്റ ഡൗട്ട് ഉണ്ടായിരുന്നു പ്രാഡോന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നേരെ ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഓക്കെയാണ്, ഒന്നും കുഴപ്പമില്ല, ഇതുവരെ നിങ്ങളൊന്നും കൊണ്ടുപോകാനും ഇല്ല, ഒന്നും എടുക്കാനും ഇല്ല, ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് അവർ പോയി. എവിടെ നിന്നുള്ള കാറൊക്കെയാണ് നിങ്ങൾ സാധാരണ? നമ്മൾ കേരളമാണ് അധികം ചെയ്യാറ്. പിന്നെ ഈ എക്സോട്ടിക് കാർ ചെയ്യുമ്പോൾ ലംബോർഗിനി ആയാലും പോർഷ അങ്ങനത്തെ എല്ലാം ഞാൻ അതർ സ്റ്റേറ്റിൽ ചെയ്യാറുണ്ട്. അത് അതർ സ്റ്റേറ്റിലല്ലോ അധികം ഉണ്ടാവുക. അപ്പോൾ അത് അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കും. ഇവിടെ നിന്ന് ഞങ്ങൾ അതർ സ്റ്റേറ്റിൽ വിൽക്കാറുണ്ട്. ഇന്ത്യ ടോട്ടൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഭൂട്ടാൻകാർ ഇല്ലാത്തതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത്. താരങ്ങളൊക്കെ വാഹനം വാങ്ങാറുണ്ട്. എത്രയോ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനത്തെ കാറല്ല, നല്ല കാസ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഒന്നും കണ്ടെത്തിയിട്ടില്ല അല്ലേ? ഇത് ആശ്വാസം, ഒന്നും കണ്ടെത്തില്ല, ഇനി കണ്ടെത്താനും ഇല്ല, കണ്ടെത്താതെ വെക്കട്ടെ. അദ്ദേഹമാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. അദ്ദേഹം പറയുന്ന അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 7 ഇടത്തായിരുന്നു കസ്റ്റംസിന്റെ പരിശോധന കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി നടന്നത്. ഇത്തരത്തിൽ നടന്ന പരിശോധനയിൽ 11 ഇടത്തു നിന്നും 11 കാറുകൾ ഇതിനകം, അതും വില കൂടിയ ആഡംബര കാറുകളാണ്, അവ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന്